അല്ല, ചേച്ചി ചന്ദ്രത്തേക്ക് പോകുന്നില്ലേ? ഗൗരിയെ വീട്ടിൽ കൊണ്ടാക്കുന്നവരെങ്കിലും ഇവിടെ നിൽക്കണ്ടേ? പാവം, ഞാൻ കാരണമല്ലേ ഒക്കെ സംഭവിച്ചത്. ചേച്ചി കാരണോ? ആ ദുഷ്ടത്തിയല്ലേ ഇതിന് കാരണം? അല്ല, എനിക്ക് വേണ്ടി. ചേച്ചി വെറുതെ അക്കാര്യം ഓർത്ത് വിഷമിക്കരുത്. മുരളിയേട്ടനും ഗൗരി ചേച്ചിക്കും ഒക്കെ അറിയാം എന്താ നടന്നതെന്ന്. പക്ഷെ കുറച്ചു കാലത്തേക്ക് ആ ഒരു രംഗം മനസ്സിൽ നിന്ന് പോവെന്ന് തോന്നുന്നില്ല. ഗൗരിയും മുരളിയേട്ടനും ഒക്കെ മറന്നാലും എനിക്ക് മറക്കാൻ പറ്റുമെന്ന എന്റെ സംശയം. ചേച്ചി ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? ചേച്ചിയുടെ ഈ സ്വഭാവമാ എല്ലാത്തിനും കാരണം. നിസ്സാരമായ കാര്യത്തിന് ഓവർ ടെൻഷൻ ആവുക. ഇത് നിസ്സാരമായ കാര്യമാണോ മോളെ? 5 മാസം വളർച്ചയുള്ള ജീവൻ വെച്ച് കഴിഞ്ഞു. ഒന്ന് നിർത്ത് ചേച്ചി. ഞാനിപ്പോ കട്ട് ചെയ്തിട്ട് പോവേ. ചേച്ചി ഫോൺ മുരളിയേട്ടന് കൊടുത്തേ. ഞാൻ പറയാം ആശുപത്രി നിന്ന് മാറ്റാൻ ചേച്ചിയെ. വേണ്ട, നീ ഒന്നും പറയണ്ട. ശരി, ഞാൻ നിന്നോടായതുകൊണ്ടൊന്ന് മനസ്സ് തുറന്നതാ. ചേച്ചി ഇത്രയും പാവമായി പോയല്ലോ. ചേച്ചി, ഞാൻ അങ്ങോട്ട് വരണോ ഒരു കൂട്ടിന്? വേണ്ട വേണ്ട, എനിക്ക് വിഷമമൊന്നുമില്ല. നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു. ആ ശരി, ഞാൻ ഓക്കെ. ആ ശരി. അല്ല, നന്ദേട്ടൻ എവിടെയാ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നന്ദു വീട്ടിൽ പോയതാ എന്റെ ഫോണും ഡ്രസ്സും ഒക്കെ എടുക്കാൻ. എന്നാ ശരി ചേച്ചി, നാളെ വിളിക്കാം. ശരി. കാരണവന്മാര് പറയണത് ശരിയാ. പൂവായെന്നും പറഞ്ഞ് കായ്ക്കണമെന്നില്ല. എന്നാലും ഇത് വല്ലാത്തൊരു പൊഴിഞ്ഞു പോകലായിപ്പോയി. എന്താ അമ്മ? ഓരോന്ന് ആലോചിച്ചതാ മോളെ. ഇനി കരഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. പ്രഭാന്റിക്കെതിരെ കേസ് കൊടുക്കണം. അമ്മ നോക്കണ്ട, മുരളേട്ടൻ വരട്ടെ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. പ്രഭക്കുഞ്ഞ് മിണ്ടി പോരുത്. ഒരു പ്രഭക്കുഞ്ഞ് ദുഷ്ടത്തി അവര്. നീ വേഗം റെഡിയാവും, നമുക്കിപ്പൊ തന്നെ പോകാം. ഇതെന്താ? ഗൗരിക്കുള്ള കഞ്ഞി ചമ്മന്തിയാ. ആ ചേച്ചി ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നില്ലേ പറഞ്ഞത്? ഇല്ല, എനിക്ക് തോന്നണില്ല. ആരും വിളിച്ച് പറഞ്ഞില്ലല്ലോ. അമ്മ സമാധാനപ്പെട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഉമേ. അത് ഗൗരിച്ചിക്ക് എങ്ങനെയുണ്ട് നന്ദേട്ടാ? കുഴപ്പമൊന്നുമില്ല മോളെ. മുരളേട്ടൻ എന്ത് ചെയ്യാ? ഞാൻ വിളിച്ച മുരളേട്ടന് വിഷമാവെന്ന് വിചാരിച്ചാ നന്ദേട്ടനെ വിളിച്ചത്. കുഴപ്പമൊന്നുമില്ല മോളെ, ഞാൻ ദേവിയുടെ ഫോൺ കൊടുക്കാം. ഉമേ. ഉമേ. ആ ദേവിജി, ഗൗരിച്ചിക്ക് എങ്ങനെയുണ്ട്? ഡിസ്ചാർജ് ചെയ്യാറായോ? ആ, ഇന്ന് ചെയ്യുന്ന പറഞ്ഞത്. അതെ, അമ്മ ചേച്ചിക്കുള്ള കഞ്ഞിയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരാൻ തുടങ്ങാ. വേണ്ട മോളെ, ആന്റിയോട് പറ ഒന്നും വേണ്ടെന്ന്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് എത്തും. ആ ശരി ചേച്ചി. അവര് കുറച്ചു കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു.